റൂമിന്റെ കോല നോക്കി എന്റെ ബാക്കിൽ ഇതാ ആ വൃത്തികേടൊക്കെ ഞാൻ ഇങ്ങനെ മറച്ചു വെച്ചേക്കാം. ഇന്നലെ നെല്ലിക്ക തിന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ കുരു പിടിച്ചിട്ടത്. 6 റബ്ബറും 4 കട്ടറും ഞാൻ ഗിവ് അവേ വെക്കുന്നുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ. അയ്യോ, എവിടെ നിന്ന് തുടങ്ങണം? ഈ കൊണ്ടാട്ടം നമ്മളെ വീട്ടിലുണ്ടാക്കിയതാണ്. സോറി, നിങ്ങൾ എന്റെ ബാക്ക് ആയിരിക്കില്ലേ കാണുന്നുണ്ടാവുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കണോ? ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചു റൂം റിസെറ്റ് വ്ളോഗ് ചെയ്യാന്ന്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്തായാലും ചെയ്യണം. കാരണം റൂമിന്റെ കോല നോക്കി എന്റെ ബാക്കിൽ ഇതാ ആ വൃത്തികേടൊക്കെ ഞാൻ ഇങ്ങനെ മറച്ചു വെച്ചേക്കാണ് ഞാനിവിടെ കവർ ചെയ്തിട്ട്. ഇത് സ്റ്റഡി ടേബിൾ മാത്രമല്ല, റൂമിൽ കുറച്ചൊരു പൊടിക്കൈകളൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ മീഷോന്ന് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്, റൂമിന് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് താഴെ ഞാൻ വഴിയെ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ നമ്മുടെ വാർഡ്രോബ് ക്ലീൻ ചെയ്യണം, കബോർഡ്. കാരണം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 2 ദിവസം നല്ല വൃത്തിയിലിരുന്ന്, പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് പറയും, ഡ്രസ്സ് എടുക്കും, പിന്നെ അതേപോലെ ചുരുട്ടിക്കൂട്ടും, അങ്ങോട്ട് ഇടും. അങ്ങനെയാണ്. ഇപ്പൊ ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് മേത്തേക്ക് വീഴുന്ന അവസ്ഥയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം. വേറെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കണം, അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒരു ചെറിയ ഇൻട്രോ പോയിട്ട് കണ്ടിട്ട് വന്നു. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം. It's still wet, so the ink should transfer. Meet me at the side door. We'll sneak on through the main floor. All night, let's take a shot. Keep moving and we won't get caught. Take the long way home. Tonight we're free to roam. അപ്പൊ ഓക്കെ, ഇൻട്രോ ഒക്കെ കണ്ടില്ലേ? ഇനി ഞാൻ എന്റെ റൂം ഞാൻ കാണിച്ചു തരാം എന്ത് കോലത്തിലാന്നുള്ളത്. പിന്നെ ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ റൂം ഇപ്പം ഇരിക്കുന്നത്. ഈ ഭാഗം വലിയ കുഴപ്പമൊന്നുമില്ല, ബട്ട് ഈ ഭാഗമാണ് ഏറ്റവും വലിയ കുഴപ്പം. കണ്ടോ, മെഹന്തി. ഇത് ഞാൻ ഇന്നലെ നെല്ലിക്ക തിന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ കുരു പിടിച്ചിട്ടത്. ഇത് കളയാനുള്ളൊരു മനസ്സ് പോലും ഞാൻ കാണിച്ചില്ല ഗൈസ്. അതാണ്. പിന്നെ ഡ്രസ്സ്, എൻ്റെ ഫോൺ കവറ്, പൗച്ച്, ഇവിടെ ഇല്ലാത്ത സാധനം, കവറുകളുടെ ഐതി മേളവാ, ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് ഒതുക്കണം. പിന്നെ ഇതാണ് നമ്മുടെ കബോർഡ് ഡ്രസ്സിന്റെ. ഇങ്ങനെയാണ് അവസ്ഥ. ഇത് എനിക്കൊന്ന് ഒതുക്കണം. ഇതിൽ ആവശ്യമില്ലാത്ത കുറേ ഡ്രസ്സുകൾ ഉണ്ട്, അതായത് ഒരു പ്രാവശ്യം ഇട്ടതും പിന്നെ ഫിറ്റ് ആവാണ്ട് മേടിച്ചതും. അപ്പൊ അതൊക്കെ ഞാൻ കളയാൻ പോവാ. നമ്മള് പിന്നെ പണ്ടും ഒരേ സൈസ്, ഇപ്പോഴും ഒരേ സൈസ്, 7ാം ക്ലാസ്സിലും ഇപ്പോഴും ഒരേ ശരീരപ്രകൃതി ആയതുകൊണ്ട് അന്നൊട്ടേ ഉള്ള ഡ്രസ്സുകൾ ഉണ്ട്. കളയാനും തോന്നാറില്ല, കാരണം നാശമായിട്ടില്ല. അപ്പൊ അതൊന്ന് ശരിയാക്കണം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് മീഷോന്ന്. അതാണ് ഇത് കേട്ടോ, കണ്ടില്ലേ? ഇതെങ്ങനെയുണ്ട് കാണാൻ ഗൈസ്? ഇതൊരു ഡെസ്ക്ടോപ്പ് ഓർഗനൈസർ ആട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത്, കുറെ സാധനങ്ങൾ നമുക്ക് ഇതിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഇതെന്റെ ഡെസ്ക്ടോപ്പിന് മസ്റ്റ് വേണ്ട ഒരു സാധനമാണ്. ആൻഡ് പിന്നെ വരുന്നത് നിങ്ങൾ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതേ കണ്ടില്ലേ, ഒരു ഫോട്ടോ ഗ്രിഡിന്റെ ഒരു, നമുക്ക് ഫോട്ടോസ് ഒക്കെ ക്ലിപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത്, ഇതെനിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം കേട്ടോ. കാരണം എൻ്റെ റൂമിൽ കണ്ടില്ലേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. എനിക്ക് ഫോട്ടോസ് ഭയങ്കര എനർജി തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒട്ടിച്ച വോള് നമ്മുടെ നാശവും, പക്ഷെ ഇതും ഒട്ടിച്ചാൽ നമുക്കത് മാറ്റാം, തീം അനുസരിച്ച് നമുക്ക് ഇങ്ങനെ വയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു സാധനം തന്നെ. പിന്നെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ട്. റൂമിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ നമുക്ക്. കണ്ടോ, നല്ല ക്യൂട്ടല്ലേ കാണാൻ, നല്ല എസ്തെറ്റിക് വൈബാണ്. അപ്പൊ ഇത് നമുക്ക് ഇതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത്, അപ്പൊ പരിപാടി തുടങ്ങണേക്കാളും മുന്നേ നമുക്ക് ഫോട്ടോസ് ആദ്യം പ്രിന്റ് എടുക്കണം. അപ്പൊ ലാപ്പിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആദ്യമേ ചെയ്ത് വെക്കാം. ഉച്ചയ്ക്ക് പ്രിന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീനിങ് പരിപാടി തുടങ്ങാലോ. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ തപ്പും, എന്നിട്ട് ഫോട്ടോഷോപ്പിൽ പോയിട്ട് ഇവിടെ നമ്മുടെ ലേ ഔട്ടൊക്കെ സെറ്റ് ചെയ്യും. ഇത് പോയിട്ട് പ്രിന്റ് എടുത്തിട്ട് വരാം. അയ്യോ ഗൈസ്, അപ്പൊ എന്റെ പ്രിന്റ് സെറ്റ് ചെയ്തപ്പോ തന്നെ ഒരു നേരമായി. അപ്പൊ ഞാൻ തന്നെ ചെന്ന് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അച്ഛന് കൊടുത്തു, അച്ഛൻ്റെ അടുത്ത് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് സ്റ്റഡി ടേബിൾ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് വെറും വേസ്റ്റാ, മൈലാഞ്ചി കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. എന്റെ ഫോൺ കേസാണ്. ഞാനിപ്പോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ കേസ് ഇടാൻ പറ്റാത്ത കാരണം ഈ മൈക്ക് പ്ലഗ് ചെയ്യുമ്പോൾ ഇതൊരു ഡിസ്റ്റർബൻസ് ആണ്. ഇപ്പൊ വന്നപ്പോ 3 കേസ് ഉണ്ട്. എന്റെ ഫോൺ, ഇത് നമ്മൾ ലൈവിലൊക്കെ കയറുമ്പോൾ യൂസ് ചെയ്യാറുള്ള ഫോൺ. അവസാനം ഞാൻ അറേഞ്ച് ചെയ്ത് വരുമ്പോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ.
പാരസെറ്റമോൾ. തലവേദനയുള്ളവർക്ക് റിലേറ്റബിൾ ആയിരിക്കും. ഇതെനിക്ക് ആക്ച്വലി PR ചെയ്തപ്പോ കിട്ടിയ ഒരു പെട്ടിയാട്ടോ. ഇതിനുള്ളിൽ ഫുൾ നമ്മുടെ ടിഷ്യൂ ഒക്കെ ഞാൻ ഇതിനുള്ളിൽ വെച്ച്. ഈ പൗച്ചിന്റെ ഉള്ളില് എന്തോരം റബ്ബറാണെന്ന് എണ്ണി നോക്കിയേ. 6 റബ്ബറും 4 കട്ടറും ഈ പൗച്ചിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഗിവ് അവേ വെക്കുന്നുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ DM. എന്തിനാണാവോ പഠിക്കാത്ത എനിക്ക് ഇത്ര അധികം. പണ്ട് എനിക്കൊരു സ്വഭാവം ഉണ്ട്. ഞാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ സ്റ്റെനോഗ്രഫി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പെൻസിലും പേനയും ഉപയോഗിക്കുക. പെൻസിലും റബ്ബറൊക്കെയാണ് ഉപയോഗിക്കുക, പേന ഇല്ല. അപ്പോ ക്ലാസ് ഒക്കെ വിട്ട് കഴിയുമ്പോൾ ഈ ഇത്രയും പോകുന്ന പെൻസിലൊക്കെ ആൾക്കാർ നിലത്തിട്ട് കളയും. ഞാൻ അതെടുക്കും. പിന്നെ റബ്ബർ കളയും. റബ്ബർ എടുക്കും. കാരണം ഇതൊക്കെ ഓൾറെഡി ഈ പിള്ളേര് വേണ്ട ഉപേക്ഷിച്ച് കളഞ്ഞു. നമ്മുടെ അടിച്ചു വാരുന്ന ചേച്ചി വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും അടിച്ചു വാരി ഡസ്റ്റ്ബിനിൽ ഇടാ ചെയ്യാ. അപ്പൊ ഞാന് എല്ലാരും പോയി കഴിഞ്ഞ ഒരു ഇൻസ്പെക്ഷൻ നടത്തും. ഞാൻ മാത്രല്ല കേട്ടോ, എനിക്ക് അങ്ങനത്തെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങള് റബ്ബറും പെൻസിലൊക്കെ എടുക്കും. എനിക്ക് അങ്ങനത്തെ ഒരു വൃത്തികെട്ട ഹോബി ഉണ്ടായിരുന്നു. വൃത്തികെട്ടാണോ ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. ആക്ച്വലി വേസ്റ്റ് ആക്കാണ്ടിരിക്കുവാണ് ഞാൻ ചെയ്യുന്നത്. വേസ്റ്റ് ആയി പോണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഐ എം റീയൂസിങ് ഇറ്റ്. നിങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തിട്ട്. 2 റിമോട്ട് കിട്ടി, ഒരു ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഇരിക്കട്ടെ. ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരു ഐറ്റം കൂടി കിട്ടിയിട്ടുണ്ട്. നോക്കി, എന്ത് ഭയങ്കര ഗേളി വൈബുള്ള ഒരു സാധനം ഉണ്ടല്ലേ. ഇത് നല്ലൊരു ഡെസ്ക്ടോപ്പ് ഓർഗനൈസർ. ഇതിന്റെ പ്രൈസ് വരുന്നത് കാണാൻ നല്ല ക്യൂട്ടാണ്. പെൻ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ എടുത്തു വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്കും കൂടി ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കാം. ഓ, നമ്മുടെ ടേബിള് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതാ മേലെ ഇരിക്കുന്ന ആ തുണികളും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ മേടിച്ച ഈ ബാഗ് ഞാന് ഇവിടെ ഒരു ആണിയുണ്ട്, ഇവിടെ തൂക്കിയിടാന്നാ വിചാരിച്ചേ. ഇത് നമുക്ക് ഇവിടെ ഓർഗനൈസ് ചെയ്യാം. എങ്ങനെയുണ്ട്? എന്തെങ്കിലും കുഴപ്പമോ അല്ലെങ്കിൽ കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടെ. എനിക്കിപ്പോ ഇത് രസം പോലെ തോന്നണേ. കറണ്ട് ഇടക്കിടയ്ക്ക് പോണോണ്ട് നമുക്ക് വിശരി മസ്റ്റാ. അപ്പൊ വിശരിയും കൂടി ഇവിടെ വെക്കാം. എന്റെ കരുതല്. അയ്യോ, ഇത് രസമില്ല. ഇങ്ങനെ വെക്കാം. അപ്പൊ ഉറങ്ങണേന്റെ ഇടയിൽ എങ്ങാനും പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വിശരി എടുക്കുക. ഇനിയാണ് മെയിൻ ഗൈസ്. ഇത് എനിക്ക് കാണുമ്പോ തന്നെ ഇങ്ങനെ അടച്ചുപൂട്ടി വെക്കാൻ തോന്നുന്നു. എന്തായാലും ഉച്ച ആയ സ്ഥിതിക്ക് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇത് മടക്കാൻ തോന്നുന്നു. അപ്പൊ ചിലപ്പോ ഒരു എനർജി ഒക്കെ വന്നാലോ. ഇതെന്റെ പോക്കറ്റിന്റെ ഉള്ളിലേ ഇതിന്റെ ലിങ്ക് ഞാൻ ഇട്ട് കൊടുക്കട്ടെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. എനിക്ക് നൈറ്റി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണ ഒരു സാധനം ഉണ്ടല്ലോ, വോൾ സ്റ്റിക്കാ. അത് വെച്ചിട്ട് നമുക്കിത് ഒട്ടിക്കാം. ഞാൻ ഈ മിററിന്റെ ബാക്കിലാണ് എന്റെ ഗ്രിഡ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റിക്കർ കണ്ടില്ലേ, ജസ്റ്റ് പീൽ ഇറ്റ്. ഈ ഒരു സാധനം ഞാൻ മുമ്പേ കണ്ടിരുന്നെങ്കിൽ ഞാനിങ്ങനെ വോളിൽ ഒട്ടിച്ച് നശിപ്പിക്കൂലായിരുന്നു. ഇങ്ങനെ കൊളുത്തിട്ട് അയ്യോ ഹൈറ്റ് ഇല്ലാണ്ടായി പോയി. ഇതിന്റെ മേലെ ചാടി കയറി എന്നിട്ട് അത് ഒട്ടിക്കാം. നമ്മളോടെ അപ്പൊ ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഫോട്ടോസ് ഒക്കെ ക്ലിപ്പ് ചെയ്യാനുള്ള ക്ലിപ്സ് ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടാ. ഫോട്ടോ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും പോയിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ ഫുഡ്. ചോറുണ്ട്, കൊണ്ടാട്ടമുണ്ട്, ബ്രിഞ്ചോളുണ്ട്. ഈ ബ്രിഞ്ചോൾ നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഈ കൊണ്ടാട്ടം നമ്മളെ വീട്ടിലുണ്ടാക്കിയതാണ്. അയ്യോ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച സ്ഥിതിക്ക് നമുക്ക് ഏറ്റവും വലിയ പണി ഇതാണ്. ഏറ്റവും വലിയ പണി തന്നെ എടുക്കാം. അയ്യോ, എവിടെ നിന്ന് തുടങ്ങണം എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും ഇതിൽ എന്തെങ്കിലും മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ ത്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമില് കൊടുക്കാട്ടാ. ഇതൊരു മലക്കിനുള്ളതുണ്ട്. ഇത് നമുക്ക് പതുക്കെ മടക്കി തുടങ്ങാം. ഓക്കെ, ആകെ ഞാൻ ഒരു വട്ടൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇടാത്തത് എന്തായാലും ഇപ്രാവശ്യം മാറ്റി വെക്കണം. അപ്പൊ നമ്മള് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി മടക്കി വരുന്നുണ്ട് കേട്ടാ. അപ്പൊ സമയം ഏതാണ്ട് 4 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ഒരു ചായ എനിക്ക് കുടിക്കാൻ പറ്റില്ല. ഞങ്ങളൊന്ന് പുറത്ത് പോയായിരുന്നു. എന്നിട്ട് എന്റെ പല്ലൊന്ന് ഞാൻ ക്ലീൻ ചെയ്ത്. കറയുള്ള സംഭവം ഒന്നും പറ്റില്ല. ചായ കൊക്കക്കോള ഒന്നും കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നല്ല ക്ലിനിക്കാട്ടോ. ഇനി ഞാൻ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം.
ഒരു നൂഡിൽസ് പോയി ഉണ്ടാക്കിയിട്ട് മുണുങ്ങാം. സോ ഗായ്സ്, ഇന്നലെ ഞാനിത് മടക്കി വെക്കും എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ ഇത് പിറ്റേ ദിവസമാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. പിറ്റേ ദിവസം ഇത്രയും തുണികൾ മടക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, ഇനി നമുക്ക് ഒരു കാര്യങ്ങളും ഉണ്ട്. ഇന്നലെ അച്ഛൻ വന്നപ്പോൾ നമ്മുടെ പ്രിന്റ് ശരിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാ കാണാൻ നല്ല ഭംഗിയില്ലേ ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് വെട്ടിയിട്ട് നമ്മുടെ ആ ഒരു മേടിച്ച് വെച്ച സാധനത്തുമ്പോൾ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ആ ബാക്കിൽ തൂക്കിയിട്ട സാധനമാണെങ്കിലും എൻ്റെ ഓർഗനൈസേഴ്സ് ആണെങ്കിലും എല്ലാം മീഷോന്ന് അഫോർഡബിൾ ആയിട്ട് വാങ്ങിയത്. അപ്പോൾ സിമിലർ ഐറ്റം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. പക്ഷേ നിങ്ങൾക്ക് വീഡിയോസിൽ ഇങ്ങനെ കാണില്ല. താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കണം. കാരണം യൂട്യൂബ് മീഷോൻ്റെ ലിങ്ക് ഡയറക്റ്റ് ഇടാൻ പറ്റൂല. അത് കാരണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് വെട്ടിയെടുക്കണം. ഒരു റിസെറ്റ് ചെയ്യാൻ എനിക്ക് 2 ദിവസം വേണ്ടി വന്നു ഗൈസ്. എനിക്കിങ്ങനെ എന്താ പറയുക, കുറെ പ്രിൻസ് ഒക്കെ എടുത്തിട്ട് ഇടയ്ക്ക് എൻ്റെ റൂം ഒന്ന് ഇന്നോവേറ്റ് ചെയ്ത് പുതുമയാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഇതിൽ എന്തൊക്കെയോ നമുക്കത് ഡെയിലി നമ്മളത് കാണുമ്പോൾ നമ്മുടെ വൈബ് അറിയാണ്ട് തന്നെ മാറിപ്പോവും. ഭയങ്കര പോസിറ്റീവാക്കി വെക്കാൻ ഇങ്ങനത്തെ പ്രിന്റുകളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സീരിയസ്ലി, നമ്മൾ ഫോണിൽ വെക്കണേക്കാളും കുറച്ചുകൂടി നല്ലത് ഇതിങ്ങനെ പ്രിൻ്റായിട്ട് ഇങ്ങനെ എടുക്കണതൊക്കെ ആയിരിക്കും. ചെയ്ത് നോക്കുക കേട്ടോ ഗൈസ്. ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഒരു ബുക്കോ ജേർണലിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പിൻട്രസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസ് ചെയ്തെടുത്താൽ മതി. ഇതെന്താ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ. അതെ, ക്ലിപ്പ് കിട്ടി. ലവ് എന്ന് എഴുതിയത് മാത്രം എനിക്ക് ഇഷ്ടമായില്ല ഈ ക്ലിപ്പ്. ബാക്കിയൊക്കെ ഇഷ്ടം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എടുത്ത ഒരു പ്രിന്റ് ഉണ്ട്. ഓക്കെ, 2-3 നിലത്ത് വീണു. കണ്ടോ? ഇത് ഞാനൊരു ഫാമിലി ഫംഗ്ഷൻ, എല്ലാം നിലത്ത് വീഴാണല്ലോ. ഫാമിലി ഫംഗ്ഷന് പോയപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു 18,000 അത്രേ ഉള്ളൂ. അത്രയും ഉണ്ടാക്കാൻ പറ്റിയ പാട്, അത്രയും എന്ന് പറഞ്ഞാൽ നിങ്ങളാട്ടോ. നിങ്ങളുടെ കളിയാക്കലും മോട്ടിവേഷനും അതും ഇതൊക്കെയാണ് ഇത്രയെങ്കിലും ആയത്. സോ ഐ എം വെരി താങ്ക്ഫുൾ. അത്രയും എനിക്ക് വലുത്. സോറി, നിങ്ങൾ എന്റെ ബാക്ക് ആയിരിക്കില്ലേ കാണുന്നുണ്ടാവുക. സക്സസ്ഫുള്ളി ഡിഡ് ഇറ്റ് ഗൈസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താ ത്രിഫ്റ്റ് ചെയ്യാൻ കൊടുക്കാന്ന്. പക്ഷെ എനിക്ക് തോന്നണില്ല, ഞാൻ തന്നെ എങ്ങനെയെങ്കിലൊക്കെ എടുത്ത് വിട്ടോണ്ട്. ഇതാണ് എല്ലാം പ്രാവശ്യം എനിക്ക് ഒതുക്കുന്ന പ്രാവശ്യം. നിങ്ങളിവിടെ പേപ്പർ വിരിച്ചിട്ട് അതിന്റെ മേലെയാണ് തുണികൾ വെക്കാറ്. അതെന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കബോർഡ് ഇത്തിരിയും കൂടി വലിപ്പം വേണം തോന്നുന്നു. അങ്ങനെ ഫൈനലി എൻ്റെ റൂം റിസെറ്റ് ആയിട്ടുണ്ട്. റൂം റിസെറ്റ് ആയ ഓട്ടോമാറ്റിക്കലി അത് നമ്മളെ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വക ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ, ഇനി എന്താ ഇതിൽ കൂട്ടാനും കുറയ്ക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികേടായി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനെല്ലാം നോക്കും. ഇതേപോലെ എനിക്ക് ഓർമ്മയുണ്ട് കമൻസിൽ വെൽവെറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഈ റൂമിൽ ഫ്രിഡ്ജും കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊയിലാളി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജും കൂടി വെച്ചാൽ പിന്നെ എനിക്ക് റൂമിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമില്ല ഗൈസ്. ഞാൻ വലിയൊരു ഇൻട്രോവേർട്ടായി മാറും. അപ്പോൾ ഇനി അടിച്ചു വാരല് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അയ്യോ, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നല്ല സമാധാനം. സെറ്റാക്കി എടുത്തല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചട്ടെ. ഗൈസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞൊരു റിസെറ്റ് വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എന്തെങ്കിലും കൂടുതലോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ കമന്റ്സ് ആണ് എൻ്റെ ആകെപ്പാടുള്ള ഒരു എൻകറേജ്മെന്റ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ വ്ളോഗ് കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ചിലർക്കെങ്കിലും തോന്നുമായിരിക്കും റൂം ഒന്ന് റിസെറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.